പൈസ ഉണ്ടാക്കാൻ ഒരു മെയിൻ പാർട്ട് ആയിരുന്നാലും ഐ വാണ്ട് ടു എന്റർടൈൻ പീപ്പിൾ. അതാണ് ഇപ്പൊ ഞാൻ ആരോട് സംസാരിച്ചാലും ഞാൻ എന്ത് കാര്യം ചെയ്താലും ഞാൻ ഓഡിയൻസ് എന്റർടൈൻ ചെയ്യണം, ഞാൻ ഒരു എന്റർടൈനർ ആവണം. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ചെയ്തു പോയി. അത് ദൈവവും ഏഷ്യനെറ്റും ടീം വർക്ക് ആയതുകൊണ്ട് എനിക്ക് ഇതിനു മുൻപ് അങ്ങനെ എന്തെങ്കിലും റിജക്ഷൻസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ ലൈഫിൽ ചെയ്യുന്ന ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് ഇത്. അതിനു മുൻപ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ? അപ്പുറം ഓഡിഷൻസ് പറഞ്ഞാൽ ഒരുപാട് ഓഡിഷൻസ് ഒക്കെ പോയിട്ടുണ്ട്. 50-60 ഓഡിഷൻസിന് മേലിൽ ഞാൻ പോയിട്ടുണ്ട്. ഞാനൊക്കെ കുറെ ദിവസമായിട്ട് ചെന്നൈയിലിരുന്ന് ചാൻസ് തപ്പിക്കൊണ്ട് നടന്നതാണ്. അപ്പോൾ ലൈക്ക് എനിക്ക് അപ്പോഴും നായകനാവുന്നില്ല. ലൈക്ക് എനിക്കൊരു ആക്ടർ ആവണം, അത്രേ ഉള്ളൂ. എനിക്കൊരു സ്റ്റാർ ആവണം, അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് എനിക്കൊരു ആക്ടർ ആവണം, ഒരു പെർഫോം ചെയ്യണം, അങ്ങനെ ഉണ്ട്. അപ്പൊ ഒരു ചാൻസ് അപ്പൊ എല്ലാരും കാണുമ്പോ പറയും നല്ല ബോഡി ഉണ്ട്, കാണാൻ നല്ല ലുക്ക്, നീയാണ് എന്റെ സിനിമ നായകൻ. പക്ഷെ ഒരു 5 ലക്ഷം ഒക്കെ തന്നാ അഡ്വാൻസ് ആയിട്ട് നമ്മൾ വെച്ചേക്കാം. സിനിമ തീരുമ്പോ 5 ലക്ഷവും പ്ലസ് നിനക്കുള്ള ചാൻസും കൂടെ തരാം. പക്ഷെ അതൊക്കെ ഉടായ്പാണ്. അപ്പൊ നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മളുടെ ഒന്നാമത് കൊടുക്കാനുള്ള ഇതും ഇല്ല, ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഓഡിഷനിൽ ഇപ്പൊ ഒരുപാട് റിജക്ഷൻ പറഞ്ഞാൽ ഒരുപാട് റിജക്ഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. പ്ലാങ്ക് ആണോ? നമ്മൾ ഇത്രയും സെന്റിമെന്റ് ആയിട്ട് പോകുമ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. അതാണ് അപ്പൊ ഈ ബ്രേക്കില് പ്ലാങ്ക് ആണ്. ഓക്കെ, ഞാനോ? നമുക്ക് 3 പേര് കൂടി ചെയ്താലോ? അല്ല, ഞാൻ നിങ്ങളെ ജഡ്ജ് ചെയ്യും. ഇല്ല, വേണ്ട. ഫസ്റ്റ് ഒരു കാര്യം, നിങ്ങൾ 2 പേര് തമ്മിൽ ഫസ്റ്റ് അടിയിടുക. ആരാണ് ചെയ്യുന്നത് അവരുടെ കൂടെ എന്റെ കൂടെ മത്സരം. നായകനും നായികയും കൂടെ ഇവിടെ പ്ലാൻ ചെയ്യും. 3, 2, 1 സ്റ്റാർട്ട്. രണ്ടുപേരും വിട്ടുതരാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. അയ്യോ, ഇവിടെ ഒന്ന് അനങ്ങുന്ന പോലെ എന്റെ പൊന്നെ. ഇതിപ്പോ നമ്മള് വെറുതെ ശശിയാവുന്നുള്ളല്ലാതെ ഇവര് രണ്ടുപേരും വിട്ടുതരാമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമുക്ക് ഇവര് രണ്ടുപേരും വിജയിച്ചായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചാലോ? കൈയൊക്കെ വേദന തുടങ്ങിയിട്ടുണ്ടോ? ഇവിടെ അനങ്ങാൻ പാടില്ലേ? ഐഷു, എന്നാലും ഐഷുവിന്റെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ ഐ അപ്രീഷിയേറ്റ്. ഇത് സ്ഥിരമായി വർക്ക്ഔട്ട്, ഡെയിലി 2.5 hours വർക്ക്ഔട്ട് ചെയ്യുന്ന ആള്. ഇത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര മാസമായി? 9 months ആയോ? 5 months. 5 months. 5 months ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടേ ഇല്ലാത്ത ആള്. എന്നിട്ട് വൈഷു അതും തോറ്റതല്ല, സാരിയിൽ കോൺഷ്യസ് ആയതുകൊണ്ട് മാത്രം മാറി തന്നതാ. തോറ്റതല്ല കേട്ടോ. കുട്ടി മനസ്സിലാക്കണം കേട്ടോ. എന്തായാലും എന്തായാലും കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു ഹീറോയാണ് കൂടെ മനസ്സിലായില്ലേ? ഒരു ഡൗട്ടും വേണ്ട. എന്തുകൊണ്ടാണ് മൗനരാഗം ഇത്രയ്ക്ക് സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്നത്? ഇവർ രണ്ടുപേരും ഒന്നിനൊന്ന് അടിപൊളി ആൾക്കാരാണ്. എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്.